വെൽക്കം ബാക്ക് ടു വിമൻസ് എറ. അപ്പോൾ നമ്മൾ ബ്രേക്കിന് പോകണമെന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഈ 2 കേക്കും കൂടെ ബാക്കിയുണ്ട് തരാനായിട്ടെന്ന് പറഞ്ഞിരുന്നു. ഈ 2 കേക്ക് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്ന ക്രീം ആൻഡ് ബട്ടർ കരാമയാണ്. അപ്പോൾ അതിനുള്ള ഒരു കോൺടെസ്റ്റ് നമ്മൾ ആദ്യം മുതൽക്കേ പറയുന്നുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ഒക്കെ. ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻ കേട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കേട്ടോളൂ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇന്ന് ചെന്നൈയിലുള്ള ആ ഒരു ഫ്രീ സർവീസ് അല്ലെങ്കിൽ ഫ്രീ പോലെ സർവീസ് ചെയ്യുന്ന ഡോക്ടർ ജയചന്ദ്രനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പോപ്പുലറായി അറിയപ്പെട്ടിരുന്ന ഒരു പേരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു പേര് എന്നാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എത്രയും വേഗം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ആൻസേഴ്സും നിങ്ങളുടെ പേരും നിങ്ങളെ വിളിച്ചാൽ കിട്ടാവുന്ന നമ്പറും ചേർത്ത് അയക്കുക. നിങ്ങളെ കാത്തിരിക്കുന്ന ക്രീം ആൻഡ് ബട്ടർ കരാമ സ്പോൺസർ ചെയ്യുന്ന 2 അടിപൊളി കേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വിമൻസ് എറ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗസ്റ്റ് ഇതേ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രേഷ്മയാണ്. രേഷ്മ സൈനുൽ അബ്ദീൻ. അങ്ങനെ മാത്രം പറഞ്ഞ് ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പോരാട്ടോ. കാരണം ഓഫ് കോഴ്സ് ചിലർക്കെങ്കിലും രേഷ്മയെ കുറിച്ച് അറിയാം യു എയിലുള്ളവർക്ക്. ബിക്കോസ് രേഷ്മ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, കേരളത്തിലെ തന്നെ ആദ്യത്തെ വനിത പെർഫോമിംഗ് സാൻഡ് ആർട്ടിസ്റ്റ് കൂടിയാണ് രേഷ്മ. എന്തായാലും നമുക്ക് രേഷ്മയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. രേഷ്മ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തായാലും എനിക്കിത് ആദ്യം പറയുമ്പോൾ ഇത് തന്നെ ഭയങ്കര സന്തോഷം. അതായത് കേരളത്തിലെ തന്നെ ആദ്യത്തെ വനിത പെർഫോമിംഗ് സാൻഡ് ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഒരു സാൻഡ് ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു മേഖലയിലേക്ക് ഇൻട്രസ്റ്റ് വന്നത്? സാൻഡ് ആർട്ട് തന്നെ പല ഫോർമേഷനിലുണ്ട്. സാൻഡ് ആനിമേഷൻ ഉണ്ട്, പിന്നെ നമ്മൾ സാൻഡ് സ്കൾപ്റ്റിംഗ് ഉണ്ട്. ഞാൻ ചെയ്യുന്നത് സ്റ്റേജിൽ ലൈവായിട്ട് ഗ്ലൂ ഇട്ടിട്ട് സാൻഡ് എറിഞ്ഞ് ആ ഒരു ഫോർമേഷനാണ് ഞാൻ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലേ വരയ്ക്കും, ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും. എല്ലാം ഇങ്ങനത്തെ ഒരുപാട് ക്രാഫ്റ്റുകൾ ഉണ്ട് കയ്യിൽ എന്നുള്ളതാണ്. കാരണം അതിന്റെ തെളിവുകൾ നിങ്ങൾക്ക് ഇത് എവിടെയൊക്കെ കാണാം. അങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ കാണിച്ചിരുന്നായിരിക്കും എന്തൊക്കെ കഴിവുകളാണ് രേഷ്മയ്ക്ക് ഉള്ളതെന്നുള്ള. അതിലത്തെ സാൻഡ് ആർട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ സാൻഡ് ആർട്ട് തന്നെ ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞൊരു മൂവിയില് അതിനകത്ത് സലീമ ഒരു നടിയുണ്ടല്ലോ, ലക്ഷ്മി എന്ന് പറയണ ചെയ്ത് ആളിങ്ങനെ ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് ഒരു പാട്ടില് കാണിക്കുന്നുണ്ട്. അങ്ങനെ തട്ടിക്കളയുന്നുണ്ട്. അതിൽ പക്ഷെ എനിക്ക് തോന്നുന്നു ഗ്ലിറ്റേഴ്സ് ആണ്. അത് അന്ന് ആ സമയത്ത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ ഈ ഒരു 5-6 വർഷം മുമ്പാണ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുന്നത്. കുറെ ചേട്ടന്മാരൊക്കെ വന്ന് ഇങ്ങനെ എറിഞ്ഞ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കി. കുറെ നാൾ മുമ്പേ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ പലതും ഒക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നും ശരിയാവണ്ടായില്ല. പിന്നെ ഇതിന്റെ പുറകെ അങ്ങ് നിന്ന് പലതും ഇട്ട് പരീക്ഷിച്ച് നോക്കി അവസാനം സക്സസ് ആയി. ആദ്യത്തെ അറ്റംപ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു മ്യൂസിക്കലി രാഗ യുവേഴ്സ് മ്യൂസിക്കലി എന്ന് പറഞ്ഞിട്ട്, രാഗ മ്യൂസിക്കലി യുവേഴ്സ്. അപ്പൊ അതിന്റെ ഉത്ഭവം ഞങ്ങളുടെ ഫ്ലോറിൽ നിന്നാണ്. അപ്പോൾ അതിൽ അവരുടെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ പ്രോഗ്രാമിലാണ് ഫസ്റ്റ് മദർ തെരേസയെ ചെയ്തുകൊണ്ടാണ് ഞാൻ കയറുന്നത്, ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ അന്ന് രാവിലെയാണ് ഇത് ചെയ്ത് സക്സസ് ആവുന്നതും. കാരണം ഞാൻ ഹാപ്പി അല്ലായിരുന്നു. പക്ഷെ അന്ന് രാവിലെ ഞാൻ ഒരു പരീക്ഷണം ലാസ്റ്റ് ആയിട്ടൊന്ന് ചെയ്തു നോക്കിയപ്പോൾ സക്സസ്ഫുൾ ആയി, ഭയങ്കര ഹാപ്പിയായി. എന്നിട്ടും പിന്നെയും നിന്നിട്ടില്ല. അത് കൂടുതൽ എങ്ങനെ ഭംഗിയാക്കാൻ പറ്റും, അതിൽ കൂടുതൽ എങ്ങനെ അതിൽ ഇതാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കുറേ പരീക്ഷണങ്ങൾ നടത്തി പിന്നെ കുറേ സ്റ്റേജസ് കിട്ടി, കുറേ TV ഷോസ് ഒക്കെ ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നാഷണൽ ഡേക്ക് 46th UAE നാഷണൽ ഡേക്ക് സാറിയ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ലേഡീസിന്റെ കൂട്ടായ്മ എന്ന് പറയാവുന്ന ഒരു ആൽബം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ ആൽബത്തിലും ചെയ്യാനുള്ള ഭാഗ്യം. ആക്ച്വലി അഡ്വക്കേറ്റ് ബീമ ബെനാസിർ പുള്ളിക്കാരിയാണ് എന്നെ കൈപിടിച്ച് സാൻഡ് ആർട്ടിസ്റ്റ് എന്നും പറഞ്ഞ് എന്നെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. അതുവരെ ഞാൻ വെറും ആർട്ടിസ്റ്റ് ആയിരുന്നു. സാൻഡ് ആർട്ടിസ്റ്റ് എന്നും പറഞ്ഞൊരു ടാഗ് തന്ന് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ബീമയാണ്. ഇപ്പൊ ഇതിനകത്ത് ആ ഒരു വീഡിയോനകത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഷെയ്ഖ് സായിദിന്റെ പിക്ചർ ആയിരുന്നു വരച്ചു തോന്നുന്നു അല്ലെ? അന്ന് ഇതാണ് മറ്റേ യൂണിറ്റി, എല്ലാ എമിറേറ്റ്സിലെയും ഷെയ്ഖുമാര് നമ്മൾ സ്കൈ ലൈൻ ഒക്കെ വെച്ചിട്ട് ഫ്ലാഗും എല്ലാം കൂടി ചെയ്തിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അത് പാർക്കിൽ വെച്ചായിരുന്നു ഷൂട്ട്.
എന്തായാലും എന്താണ് രേഷ്മയുടെ ഈ ഒരു സാൻഡ് ആർട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, എനിക്ക് തോന്നുന്നത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് അതിന്റെ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. വാവ്, അടിപൊളി. ശരിക്കും എനിക്ക് ആ സാൻഡ് ആർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യണോ അതോ ബാക്കി സൈഡിലുള്ള പെയിന്റിങ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യണോ എന്ന് അറിയുന്നില്ല. എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും എന്തെങ്കിലും കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇതിനോട് റിലേറ്റ്? ഞാൻ മുമ്പൊന്നും ചെയ്തിട്ടില്ല, ഇടയ്ക്ക് പക്ഷേ മ്യൂറൽ പെയിന്റിങ് അങ്ങനെയൊക്കെ പഠിക്കാൻ പോയി. പക്ഷെ ഈ അടുത്ത കാലത്ത് ഒരു 3 years ബാക്ക് ഞാൻ ഒരു ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിപ്ലോമ ഓൺലൈനിൽ ചെയ്തിപ്പോൾ എടുത്തു. അത് സാൻഡ് ആർട്ടിനാണോ? അല്ലല്ല, ജനറൽ ഫൈൻ ആർട്ട്. ഫൈൻ ആർട്ട് എന്ന് പറഞ്ഞു. ഫൈൻ ആർട്സിൽ ഡിപ്ലോമ എടുത്തു. അപ്പൊ അത് എന്റെ ഫൈനൽ എക്സാം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് ചെയ്തു. ഇതല്ലാതെ എന്തെങ്കിലും വേറെ എന്തൊക്കെയാ ഹോബീസ്? സാൻഡ് ആർട്ട് അല്ലാതെ കുക്കിംഗ് ഇഷ്ടമാണ്, ബേക്കിംഗ് ഇഷ്ടമാണ്, പിന്നെ ഐ ലൈക്ക് ടു ഡാൻസ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും കലാകാരിയാണ്. പിന്നെ ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഷാർജയില്, ഫ്രണ്ട്സുമായിട്ട്. ആര്യ ബാലകൃഷ്ണൻ, സനം, അവര് ഡാൻസേഴ്സ് ആണ് ബേസിക്കലി. അപ്പൊ അവരുടെ കൂടെ ഞാനും ഉണ്ട്. ഇപ്പൊ ആർട്ട് ചെയ്യണത് ഞാനാണ്. സ്റ്റുഡിയോ 19. അവിടെ ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാ തരത്തിലുള്ള ക്രാഫ്റ്റും ആർട്ടും. ഇപ്പൊ മെയിനായിട്ട്
ഇപ്പൊ പെയിന്റിങ്സ് തന്നെ മ്യൂറല് ഓയിൽ എല്ലാ പെയിന്റിങ്സും പഠിപ്പിക്കുന്നത് കുട്ടികളും ലേഡീസും ഉണ്ട്. മ്യൂറലിന് കുറച്ച് പേരൊക്കെ ഇൻട്രസ്റ്റ് ആക്കിയിട്ട് വരുന്നുണ്ട് ചെയ്യാൻ, കേരള മ്യൂറൽസ് പഠിക്കാൻ. പിന്നെ സ്റ്റിച്ചിങ്, എംബ്രോയിഡറി, കുറേ ടൈപ്സ് ഓഫ് ക്രാഫ്റ്റ് വർക്ക്സ്, ഡെക്കോ പേജ്, അതുപോലെ എന്താണ് കുഷ്യൻ മേക്കിംഗ്, അങ്ങനെ കുറേ ടൈപ്പ്, ജ്വല്ലറി മേക്കിംഗ്, ബേക്കിംഗ്, അതെല്ലാം ഞാൻ ഇപ്പൊ ഓരോ ദിവസങ്ങളായിട്ട് മാസത്തിലും ആഴ്ചയിലും ഒക്കെ ആയിട്ട് വർക്ക്ഷോപ്സ് നടത്തുന്നുണ്ട്. പിന്നെ അവിടെ ആര്യയൊക്കെ ഡാൻസ്, സുംബ, അതെ, ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇതുവരെ ചെയ്ത വർക്ക്സിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത് ഏത് വർക്കിനായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ മാസം അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ ബാലഭാസ്കറിനെ വരച്ചു. അത് വരച്ചത് സാധാരണ ഞാൻ നോർമലായിട്ട് വൈറ്റ് ബോർഡിൽ ബ്ലാക്ക് സാൻഡിട്ടാണ് ചെയ്യാറ്. അപ്പം ബ്ലാക്ക് ബോർഡിൽ വൈറ്റ് സാൻഡിട്ട് ചെയ്ത് വളരെ കുറച്ച് വർക്ക്സേ ചെയ്തിട്ടുള്ളൂ. അതൊന്ന് ഫസ്റ്റ് ചെയ്ത മദർ തെരേസ, പിന്നെ ചെയ്ത ഇപ്പൊ ബാലുവിന്റെ ചെയ്തു. അത് ഒരു 3000 എബോവ് ദിർഹംസിന് അത് ഓപ്ഷന് വെച്ചു. മാത്രമല്ല അത് മറ്റേ നമ്മുടെ ഫ്ലഡ് റിലീഫ് അതിൽ വളരെയധികം സന്തോഷം തോന്നി. വളരെ നല്ല കാര്യം. ശരിക്കും ബാലു ഇപ്പോഴും നമുക്കൊരു ഭയങ്കര വല്ലാത്ത വേദനയാണ് അത് ആലോചിക്കുന്നത്, നമുക്ക് വിശ്വസിക്കാൻ എപ്പോഴും പറ്റുന്നില്ല അല്ലെ. ഒരാളുടെ ഇതേപോലെ ഇങ്ങനെ വരയ്ക്കുമ്പോ എങ്ങനെയാ അവർ ആദ്യം ഫോട്ടോ നോക്കും? അതെ, ഫോട്ടോ തരും, ഞാൻ ഫോട്ടോ വാങ്ങിക്കും. അല്ലെങ്കിൽ ഇപ്പൊ എനിക്കിപ്പോ ആരെങ്കിലും വരയ്ക്കണമെങ്കിൽ ഇപ്പൊ ബാലുവിന്റെ ഒക്കെ നെറ്റിൽ നിന്ന് എടുക്കുകയായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് അതിനെ ഞാൻ വേറെ ഒരു രീതിയിലാക്കും അതിനെ. നമ്മൾ അതിന്റെ നെഗറ്റീവ് പിക്ചറാണ് എടുക്കുന്നത്, എപ്പോഴും നെഗറ്റീവ്സ് ആണ് വരയ്ക്കുന്നത്. നമ്മളിപ്പോ ഒരു ഫോട്ടോയുടെ നെഗറ്റീവ്സ് നോക്കൂലേ, അതുപോലെ അതിനെ എടുത്ത് സ്കെച്ച് ഇട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് അത് സ്റ്റേജിൽ ലൈവായിട്ട് ഗ്ലൂ ഇടും അതില്. എന്നിട്ട് അത് ഒരു ടൈപ്പ്. പിന്നെ എനിക്ക് ഓർഡേഴ്സ് ഒക്കെ കിട്ടാറുണ്ട്. അതായത് ഇപ്പൊ ഓഫീസിലെ GM ഒക്കെ പോകുമ്പോഴും അങ്ങനെയൊക്കെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഓർഡേഴ്സ് കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അത് വേറെ വർക്കാണ്. അത് 2-3 കോട്ട് ഇടും, ഒറ്റ സിംഗിൾ അല്ല. അത് 2-3 കോട്ട്, അത് കോട്ട് ഇട്ട് പിന്നെ അതിന്റെ മുകളിൽ ഫിക്സേറ്റീവ് അടിച്ച് അത് ലോങ് ലാസ്റ്റിംഗ് ആണ്, എത്ര നാൾ വേണമെങ്കിലും നിൽക്കും. എന്നിട്ട് നമ്മളത് ഫ്രെയിം ചെയ്ത് കൊടുക്കും. അപ്പൊ ഇനി എല്ലാവരും ന്യൂ ഇയർ ഒക്കെയാണ് വരുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റിംഗ് പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ രേഷ്മയെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എങ്ങനെ രേഷ്മ ഫേസ്ബുക്ക് പേജ് എന്തെങ്കിലും ഉണ്ടോ? അതെ, രേഷ്മ സൈനുൽ അബ്ദീൻ അതന്നെയാണ്. പിന്നെ സ്റ്റുഡിയോ 90 പേജ് ഉണ്ട്. ഓൾ റൈറ്റ്. അപ്പൊ നല്ലൊരു ഗിഫ്റ്റ് ഐഡിയ ആണെന്ന് തോന്നുന്നു. എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ സംഭവം. ഒരുപാട് പേര് പിന്നെ അവര് ഓഫീസ് ഇപ്പൊ കുറച്ച് പേരൊക്കെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവിടെ ചെയ്യിപ്പിച്ചു. അവരുടെ GMന്റെ ലൈവായിട്ട് ചെയ്തു കൊടുത്തു. അപ്പൊ കോളേജിന്റെ അലുമിനി അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്, ഇപ്പൊ പോകാറുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ കൂടുതൽ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഈ ഒരു മേഖലയിൽ? എനിക്കൊരു മെഗാ ഫെസ്റ്റിവൽ, ആർട്ട് ഫെസ്റ്റിവൽ നടത്തണം എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉടനെ ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ഹാൻഡ് മെയ്ഡ്. അതായത് ഒരുപാട് ലേഡീസ് ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ UAE വീട്ടിൽ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അപ്പൊ അവരെ എല്ലാം എനിക്ക് കൈപിടിച്ച് മുന്നിലോട്ട് കൊണ്ടുവരണം. അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ഫ്രീ ആയിട്ട് തന്നെ എനിക്ക് ചെയ്തു കൊടുക്കണം. അവർക്ക് വേണ്ടി എനിക്ക് എന്തെല്ലാം ആർട്ട് ഫോംസ് അറിയാമോ അതിനെക്കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവർക്ക് സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാകാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ആർട്ട് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട്. അപ്പൊ അത് ഞാൻ സ്വയം ചെയ്ത് പരീക്ഷിച്ച് സക്സസ് ആയിട്ടുള്ള ആളാണ്, എന്നിൽ തന്നെ പരീക്ഷിച്ചു. പഠിച്ചിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചെന്ന് വെച്ചാൽ നെറ്റിലെ ഓൺലൈൻ കോഴ്സസ് ഒക്കെ ചെയ്തു, അല്ലാതെ ഒഫീഷ്യലായിട്ട് പോയി പഠിച്ചിട്ടില്ല. പക്ഷെ അതിപ്പോ അതിനെക്കുറിച്ച് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ എൻ്റെ ഫ്രണ്ട്സിലും എനിക്ക് എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് ലേഡീസ് വന്ന് എൻ്റെ അടുത്ത് അവരുടെ പ്രോബ്ലംസ് പറയാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ നേരിട്ട് വന്ന് അവരുടെ അടുത്ത് നേരിട്ട് സംസാരിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആർട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ട് അവരെ ഞാൻ കുറച്ചൊക്കെ വ്യത്യാസമൊക്കെ പറയാറുണ്ട്. അവര് നല്ല റിലീഫ് ഉണ്ട് രേഷ്മ, ഇപ്പൊ ഓക്കെയാണ് എന്നൊക്കെ പറയാറുണ്ട്. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വലിയൊരു കാര്യമാണ്. എനിക്ക് പഠിക്കണം, ഒഫീഷ്യലായിട്ട് പോയി പഠിച്ച് അതില് ആർട്ടിൽ തന്നെ ഒരു PhD എടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. ഇതെല്ലാം നടക്കട്ടെ. ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് പേരുടെ ഇൻസ്പിറേഷനും എൻകറേജ്മെന്റും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? എൻ്റെ ഫാദർ തന്നെയാണ് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണത്. പിന്നെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ 2 മക്കളും. പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ആർട്ട് ഫീൽഡിലുള്ള ഫ്രണ്ട്സ്. അതിൽ ഏറ്റവും എൻ്റെ കുഞ്ഞിലേ ഉള്ള എനിക്കൊരു നൈബർ ഉണ്ടായിരുന്നു,
ഫേമസ് ആർട്ടിസ്റ്റ് ആണ് ഡാവിഞ്ചി സുരേഷ്. ഓക്കെ, അറിയാമായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, എക്സോട്ടിക് ഡ്രീംസ് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ വളരെ സപ്പോർട്ടീവാണ്. വളരെ എന്നെ എനിക്കെന്തെങ്കിലും ഇതുപോലെ മീഡിയം അതുപോലെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആർട്ടിനെ സ്നേഹിക്കുന്ന കുറേ നല്ല ഫ്രൻസിനെ എനിക്ക് എനിക്ക് മുൻപത്തെക്കാട്ടിലും കുറച്ചും കൂടി ആൾക്കാർക്ക് ആർട്ടിലേക്ക് പിന്നെ ആർട്ടിലേക്ക് കൂടുതലായിട്ട്, കാരണം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല് ഡിഫറെന്റ് ആണ്. അത് പല ഫോംസ് ഓഫ് ആർട്ട് ഉണ്ടല്ലോ. ഇപ്പൊ ഞാനത് പറയാം, കുറെ ഫോംസ് ഓഫ് ആർട്ട് ഉണ്ട്. ഇപ്പൊ ഡെക്കോപേജ്, മ്യൂറൽ പെയിന്റിങ്, അതുപോലെ കുഷൻ മേക്കിംഗ്, ബേക്കിംഗ്, അങ്ങനെ കുറെ ജ്വല്ലറി മേക്കിംഗ്, അങ്ങനെ ഒരുപാട് റിലീഫ് ആർട്ട് എന്ന് തന്നെ പേര് പറഞ്ഞിട്ടുണ്ട്. മണ്ടാല ആർട്സ്, ഡോട്ടൊക്കെ വെച്ച് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ആർട്ട് ഫോംസ് ഉണ്ട്. അപ്പൊ അത് ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റ് ഉള്ള അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കുകയും അപ്പൊ ഞാനും കൂടുതൽ പഠിക്കുകയാണ്. തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പാട്ടിലോട്ട് വരുന്നുണ്ട് അല്ലെ. ശരിക്കും രേഷ്മ അങ്ങനെ ചെയ്ത ഒരു വീഡിയോ നമ്മൾ കണ്ടു. ബട്ട് ഓഫ് കോഴ്സ് രേഷ്മ ചെയ്ത ഒരു നല്ലൊരു പിക്ചർ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പിക്ചറിന് ഒരു വലിയ പ്രത്യേകതയും കൂടി കേട്ടോ. കാരണം ഇതിലത്തെ ആ ഒരു സാൻഡ് എന്ന് പറയുന്നത് കേരളത്തിലെ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്തിട്ടുള്ള ഒരു സാൻഡ് ആണ് എന്നാണ് പറയുന്നത് രേഷ്മ. അപ്പൊ ആ ഒരു പിക്ചറും കൂടെ നമുക്ക് വേണ്ടി രേഷ്മ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതാണ് ആ ഒരു പിക്ചർ. ബ്യൂട്ടിഫുൾ പിക്ചർ ആണ് ഇത് ആക്ച്വലി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പിക്ചർ ആണ് ഇത്. എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള സാൻഡ് ആണിത്? പറയൂ, എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത്? ആക്ച്വലി ഞാൻ സാൻഡ് ആർട്ട്, സ്റ്റേജ് പെർഫോമൻസ് ആ ഒരു രീതിയിലുള്ള സാൻഡ് ആർട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നാട്ടിൽ പോയപ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അവിടെ നാച്ചുറൽ സാൻഡ് ഉപയോഗിച്ച് സാൻഡ് ആർട്ട് ചെയ്യുന്ന ഒരു സാറുണ്ട്. ഓക്കെ, നാഷണൽ അവാർഡ് വിന്നറൊക്കെയാണ്. അപ്പൊ സാറിന്റെ പേര് എൻ കൃഷ്ണൻ നായർ എന്നാണ്. അപ്പൊ സാറിനെ ഞാൻ പോയി കണ്ട്, സാറിന് എൻ്റെ ആ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വർക്ക് നമുക്ക് ചെയ്യാം. അങ്ങനെ സാറിന്റെ കൂടെ ഇരുന്ന് ഒരു വർക്ക് ചെയ്തു. പിന്നെ സാറ് കുറച്ച് സാറിന്റെ വീട്ടിൽ നിറച്ച സാൻഡ്സാ. പല രാജ്യങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത സാൻഡ് അവിടെ ഉണ്ട്. അപ്പൊ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും കളേഴ്സ് സാൻഡ് നമ്മുടെ നാട്ടിലുണ്ടെന്ന്. അത്ര കളർഫുൾ ആയിട്ടുള്ള സാൻഡുകളും ഉണ്ട്. അപ്പൊ ആ സാൻഡ്സ് സാർ എനിക്ക് കുറച്ച് തന്നു. അപ്പൊ അതും ഞാൻ കൊണ്ടുവന്നു. പിന്നെ ഞാൻ തന്നെ പോയി കുറെ കളക്ട് ചെയ്ത് ഇവിടെ നിന്നും ഒക്കെ റാസൽ ഖൈമ, ഫുജൈറ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും ഒക്കെ കളക്ട് ചെയ്ത് എടുക്കും. ഇപ്പൊ കുറച്ചുകൂടി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതെ, പിന്നെ കൂടുതലായിട്ട് ഇപ്പൊ സാൻഡ് കണ്ട കളേഴ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവും. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ചെയ്ത വർക്കാണിത്. അപ്പൊ അതേപോലെ എനിക്ക് നമ്മുടെ മുൻപിലും കുറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആക്ച്വലി ഇത് പേപ്പറാണ്. ഡെക്കോപേജ് എന്ന് പറയുന്ന ഒരു കലാരൂപമാണ്. ഇത് ആക്ച്വലി റൈസ് പേപ്പർ എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് ഈ രൂപത്തിലാക്കിയെടുക്കാം. ഇതില് ക്രാക്കിൾ ഇതിനകത്ത് വള. ഇത് വള രേഷ്മ പെയിന്റ് ചെയ്ത വള, അത് ഡെക്കോപേജ് ആണ്. ഡെക്കോപേജ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വളയാണ് കേട്ടോ ആക്ച്വലി. പിന്നെ ഓക്കെ, റൈറ്റ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത് 2 വൈൻ ഗ്ലാസ് ആണ്. പക്ഷെ ഈ വൈൻ ഗ്ലാസ്സിൽ എന്ത് ഉപയോഗിച്ചാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്? ടിഷ്യൂ പേപ്പേഴ്സ് ആണ്. ഇതിന്റെ പുറത്തിരിക്കുന്നതെല്ലാം ടിഷ്യൂ പേപ്പേഴ്സ്. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ശരിക്കും കനമുള്ള നോർമൽ വൈൻ ഗ്ലാസ് തന്നെയാണ്. അത് ഈ ഒരു ടിഷ്യൂ പേപ്പേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് അതിന്റെ പുറത്ത് കൂടെ വേറെയും കുറെ ഡെക്കറേഷൻസ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് സംഭവം. അതേപോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു സാധനമാണിത്, നമ്മുടെ ഫ്രൈയിങ് പാൻ എന്ന് പറയുന്നത്. പക്ഷെ ഉപയോഗമില്ലാതെയും കുറെ ഫ്രൈയിങ് പാൻസ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ടാവുന്നുള്ളതാണ്. അതിന്റെ മേലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി വർക്ക് ചെയ്ത് അതിനെ ഒരു ക്ലോക്ക് ആക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചു ഇങ്ങനെ പിടിക്കും. റൈറ്റ്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് അടിപൊളിയെ ഹാങ് ചെയ്തരാം. ഇത് ഓരോന്നും കൈ വെച്ച് പെയിന്റ് ഇതെങ്ങനെ ഗ്ലേസിംഗ് ആയിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണ്? അത് അതിന്റെ പുറത്ത് നമ്മൾ വാർണിഷ് ഇടും. വാർണിഷ് ഇടും. ഇതെല്ലാം ടിഷ്യൂ പേപ്പേഴ്സാ. ഇതും ടിഷ്യൂ പേപ്പറാണ്. ഇതെല്ലാം ടിഷ്യൂ പേപ്പേഴ്സും അതിന്റെ മുകളിൽ പെയിന്റും ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്യുന്നതിന്റെ ഒരു ഐഡിയ എന്താ? അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ടിഷ്യൂ പേപ്പർ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു സ്പെഷ്യൽ എഫക്റ്റ് കിട്ടും. അത് ആർക്കും അറിഞ്ഞൂടാ. നമുക്ക് പ്രിന്റഡ് ടിഷ്യൂസ് വാങ്ങിക്കാൻ കിട്ടും. പ്രിന്റഡ് ടിഷ്യൂസ് വാങ്ങിപ്പോ ഐക്കിയയിലും ഹോം സെന്ററിലും ഒക്കെ ചെന്നാൽ നമുക്കിപ്പോ ക്രിസ്മസ് തീം വേണമെങ്കിൽ അതെല്ലാം കിട്ടും. അതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. പാന് മാത്രമല്ല, നമുക്ക് കെറ്റിലും മുറം
അതുപോലെ വട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ വീട്ടിൽ നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്ന അതെല്ലാം നമുക്ക് ഇതുപോലെ ആക്കി നമുക്ക് ഈവൻ കിച്ചൺ തന്നെ ഡെക്കറേറ്റ് ചെയ്യാം. അടിപൊളി. നമുക്ക് എവിടെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. സൂപ്പർ. ഡെക്കോപ്പേജിന്റെ ഗുണം അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഈവൻ ഡ്രസ്സിലും നമുക്ക് ഡെക്കോപ്പേജ് ചെയ്യാൻ പറ്റും. എവിടെ ഷൂസില് ബാഗ്സില് ഒക്കെ നമ്മൾ എന്തെങ്കിലും കീറിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡെക്കോപ്പേജ് ചെയ്ത് അങ്ങോട്ട് കവർ ചെയ്യാവുന്നത്. അതായത് ഇനി പഴയ സാധനങ്ങളൊന്നും കളയണ്ട, എല്ലാത്തിനും നമുക്കൊരു റിപ്പയർ ചെയ്ത് പുതുതാക്കി എടുക്കാം. ഒരു റിലീഫ് ആർട്ടാണ് അത്. എല്ലാവരും എനിക്കത് എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അത് ഇറ്റലിയിൽ ഫ്രാൻസിലാണ് ഇത്, ആക്ച്വലി സൈബീരിയയിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഫ്രാൻസിൽ ഒരുപാട് ഈ ആന്റി ഡിപ്രസൻസും പിന്നെ കുറെ ഈ നമ്മള് പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുന്നു ഏറ്റവും കൂടുതൽ ലോകത്ത് ഉപയോഗിച്ചിരുന്ന അവിടെയാണ്. അങ്ങനെ അവിടുത്തെ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഇത് പഠിച്ചിട്ട് വന്ന് ഇത് അവിടെ ആൾക്കാരിലേക്ക് എത്തിച്ചപ്പോ ഭയങ്കര റിസൾട്ടാ വന്നേ. അപ്പൊ ഇത് അത് കഴിഞ്ഞ് പിന്നെ അത് ഇറ്റലിയിലോട്ട് വന്നു. ഫ്ലോറൻസിൽ വന്ന് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരുണ്ടല്ലോ ഡാവിഞ്ചി ഒക്കെ, അവരൊക്കെ അവരുടെ ആ കാലഘട്ടത്തിൽ കുറെ ആർട്ടിസ്റ്റുകൾ ഇതിനെ ഫ്ലോറൻസിലാണ് ഇത് ഫ്ലറിഷ് ആവുന്നത്. അതിന്റെ 3D 4D അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഇതിലേക്ക് വന്നു, ഡെക്കോപ്പേജിലേക്ക് വന്നു. അപ്പൊ അത് ആക്ച്വലി ഡെക്കോപ്പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര റിലീഫ് ആയിട്ടാണ്. അത് ലേഡീസ് ഒക്കെ പഠിച്ചിരുന്ന് നമ്മൾ സ്വന്തം വീട്ടിലോ ബാംഗിൾസിലോ കമ്മലോ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഇസ് ഡിഫറെന്റ്. എല്ലാവർക്കും ചെയ്യാം. ഓക്കെ, എന്തായാലും രേഷ്മ താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിനും ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നതിനും ഒരുപാട് നന്ദി. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്, അതെ. അപ്പൊ നമ്മുടെ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ എന്താ പറയുക ക്രീം ആൻഡ് ബട്ടർ കരാമ സ്പോൺസർ ചെയ്യുന്ന 2 കേക്ക് കൂടെ നമ്മൾ ഇന്നത്തെ കോൺടെസ്റ്റിൽ നമ്മുടെ വിന്നേഴ്സ് തരുന്നുണ്ടെന്ന് പറയണ്ടായിരുന്നു. ആ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കാനുള്ള സമയം ഇവിടെ ആയിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് വിന്നർ മീനയാണ്. മീന 625 ആണ് മീനയുടെ എൻഡിങ് നമ്പർ വന്നിട്ട്. ആൻഡ് സെക്കൻഡ് നമ്പർ ഓഫ് കോഴ്സ് ധന്യ 647. ഞാനല്ല കേട്ടോ, ഞാനൊന്നും ആരും വിചാരിക്കണ്ട. ധന്യ 647. ഇതാണ് നമ്മുടെ ഇന്നത്തെ 2 വിന്നേഴ്സ്. ഇവരെ കാത്തിരിക്കുന്നത് ക്രീം ആൻഡ് ബട്ടർ കരാമ സ്പോൺസർ ചെയ്യുന്ന 2 യമ്മി കേക്ക്സ് ആണ്. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിച്ച് കേക്കൊക്കെ ആഘോഷിച്ച് കഴിച്ചിരിക്കൂ. നാളെ വീണ്ടും ഞങ്ങൾ കറക്റ്റ് 1 മണിക്ക് വരുന്നതായിരിക്കും. ഇതുപോലെ 4 കേക്കുമായിട്ടാണ് നാളെ ഞങ്ങൾ വരാൻ പോകുന്നത്. വീക്കെൻഡ് സ്പെഷ്യൽ എപ്പിസോഡുമായിട്ട്. Till then, bye bye and take care.